Good morning dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗോണോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ സൊല്യൂഷൻസുമാണ്. ഓക്കെ, വളരെ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ട്രിഗോണോമെട്രിക് ഫങ്ഷൻസ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് ചെയ്തു തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദി റേഷ്യോ 4:2:3, then find the angles in degree measure and in radian measure. രണ്ട് മെഷേഴ്സിലും നമുക്ക് ചെയ്യണം. അപ്പോൾ 4:2:3 എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആംഗിൾസിനെ തൽക്കാലം ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. 4x നമുക്ക് ആംഗിൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം? യെസ്, 4x പിന്നീട് 2x ആൻഡ് 3x. ഈ സെലക്ഷൻ റെഡി ആയിരിക്കണം. അപ്പോഴാണ് 4:2:3 എന്ന് വരിക. നമുക്കറിയാം സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതിൻ്റെ സം എങ്ങനെ എഴുതുക? 4x പ്ലസ് 2x പ്ലസ് 3x. ഇതല്ലേ സം? വാട്ട് ഈസ് സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ? 180 ഡിഗ്രി. ഇസ്ൻ്റ് ഇറ്റ്? 180 ഡിഗ്രി. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 9x. ഓക്കെ, 9x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. Therefore what? x is equal to what? x is equal to 180 by 9, 20 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ആംഗിൾസും ഇവിടെ നിന്ന് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഞാൻ 3 ആംഗിൾസും വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ 20 ഡിഗ്രിയെ റേഡിയൻ മെഷറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. 20 ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാൻ π/180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. π/180. അപ്പോൾ ഇതെന്തായി? ഈ 20യും 180യും 9 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ π/9 റേഡിയൻ എന്നാണ് കിട്ടുക. റേഡിയൻ ഞാൻ ഒന്നും എഴുതുന്നില്ല, റേഡിയൻ എന്ന് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ എഴുതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിഗ്രി മെഷറിൽ എഴുതാനാണ്. 4x 2x 3x. എക്സിന് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് 4x? 420 അല്ലേ. 420 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഡിഗ്രി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2x അല്ലേ. 2x എന്ന് പറഞ്ഞാൽ 2 × 20 40 ഡിഗ്രി. മൂന്നാമത്തെ 3 × x 3 × x 320 എന്നാൽ 60 ഡിഗ്രി. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റേഡിയനിലേക്ക് മാറ്റണം അല്ലേ. റേഡിയനിലേക്ക് മാറ്റാൻ നമുക്ക് ഈ മൂന്നും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇത് ആംഗിൾസ് 4x 2x 3x ആണ്. അപ്പോൾ സമയലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ 20 ഇവിടെ ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇത് 420 അല്ലേ. 420 എന്ന് പറഞ്ഞാൽ 4x എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക? 4. വാട്ട് ഈസ് എക്സ്? 20ക്ക് പകരം നമുക്ക് π/9 റേഡിയൻ എന്ന് എഴുതാം. 4π/9 എന്ന് എഴുതുന്നു. 40ക്ക് പകരം എന്താ എഴുതാം? 2x അല്ലേ. 2π/9 എഴുതുന്നു. 60 നമുക്ക് പണ്ടേ പരിചയമുള്ളതാണ്. 3π/9 അല്ലേ. ഇതാ 3x എന്നല്ലേ. അപ്പോൾ എക്സിനാണ് നമ്മൾ എന്ത് ചെയ്തത്? 20 എന്ന് പറഞ്ഞാൽ π/9. ഈ 3π/9 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ π/3. നമുക്ക് പണ്ടേ പരിചയമുള്ള സ്റ്റാൻഡേർഡ് ആംഗിളാണ് π/3. അങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ, ഇത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്താലും ആൻസർ കിട്ടും. ഒരാൾ സാധാരണ ചെയ്യൽ ഇങ്ങനെയാണ്. ഡിഗ്രി മെഷർ റേഡിയനിലേക്ക് മാറ്റാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 80 × π/180 എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, 0 ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു 8π/18 എന്ന് കിട്ടുന്നു. വീണ്ടും ഇതിന് 4 2s 9 2s, അതുകൊണ്ട് 4π/9. ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയനഷ്ടം ഉണ്ടാവും. ഞാൻ ആദ്യം തന്നെ 20 ഡിഗ്രി ഇവിടെ ചെയ്തു വെച്ചു. ഓക്കെ, എന്നിട്ട് 420 220 320. ഇത് നമുക്കറിയാം π/3 ആണ്. അങ്ങനെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ tan x ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ആംഗിൾ തന്നതിന് ശേഷം നമ്മളോട് അതർ വാല്യൂസ് ഓഫ് ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ചോദ്യം അല്ലേ. അതർ ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻസ് കാണാൻ നമ്മളൊരു കുഞ്ഞ് ട്രയാങ്കിൾ വരക്കും ആദ്യം അല്ലേ. ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഈ മോഡലാണ് കേട്ടോ. ആദ്യം ഒരു ചെറിയ ട്രയാങ്കിൾ വരക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഞാൻ വരച്ച ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സാരമില്ല. നമുക്ക് ഇവിടെ എക്സ് എന്ന് സെലക്ട് ചെയ്യുന്നു. tan x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് അല്ലേ. ഇനി നമുക്കറിയാം ഇവിടെ 5ഉം ഇവിടെ 12ഉം വന്നാൽ ഇത് √12² + 5² ആയിരിക്കും അല്ലേ. 144 + 25ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ 13 ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചാൽ മതി. 5ഉം 12ഉം വന്നു കഴിഞ്ഞാൽ 13 ആയിരിക്കും. ഇതാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് അല്ലേ. 3 4 5 എന്ന് പറഞ്ഞ പോലത്തെ ട്രിപ്ലെറ്റ്സ് ആണ് അല്ലേ. ഇനി നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും ഇവിടെ ഈ ട്രയാങ്കിൾ നോക്കി എഴുതാണ്. അപ്പോൾ ഞാൻ ആദ്യം sin x എഴുതുന്നു. വാട്ട് ഈസ് sin x ഫ്രം ദി ട്രയാങ്കിൾ? യെസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/13. ഇതിൻ്റെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. പ്ലസും മൈനസൊക്കെ ലാസ്റ്റ് തീരുമാനിക്കാം കേട്ടോ. cos x cos x എന്താണ് നോക്കൂ, ട്രയാങ്കിളിലേക്ക് നോക്കൂ. cos x adjacent side by hypotenuse.
12/13. ടാൻ എക്സോ ചിത്രത്തിലേക്ക് നോക്കൂ. ടാൻ എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ, 5/12. ടാൻ എക്സ് നെഗറ്റീവ് വരാനുള്ള കാരണം സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് എഴുതാം. കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ് സൈനിൻ്റെ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 13/5. വാട്ട് ഈസ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് കോസിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ, 1/cos അല്ലേ, 13/12. ആൻഡ് ഫൈനലി കോട്ടെക്സ്. വാട്ട് ഈസ് കോട്ടെക്സ്? 12/5. സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു റൂൾ എല്ലാവർക്കും അറിയണം. ഓൾവേസ് സ്റ്റഡി ട്രിഗോണമെട്രി കെയർഫുള്ളി. ട്രിഗോണമെട്രി എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ റൂൾ എന്തായാലും അറിയണം. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഇവിടെ സൈനും അതിൻ്റെ റെസിപ്രോക്കലും കൊസീക്കും പോസിറ്റീവാണ്, ടാനും കോട്ടും പോസിറ്റീവാണ്, കോസും സീക്കും പോസിറ്റീവാണ്. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് വരാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ആംഗിൾസും നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു. നെഗറ്റീവ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ നെഗറ്റീവ് വരാനുള്ള കാരണം സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കിയതിന് ശേഷം ആൻസർ എഴുതുന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ സൈൻ പ്ലസും മൈനസും നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അനദർ ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒരു ഹിൻറ്റ് മാത്രം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 4/5 എന്ന് പറഞ്ഞു. എന്നിട്ട് സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ട്രയാങ്കിൾ വരക്കുന്നു. ഈ ട്രയാങ്കിൾ വരച്ചിട്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്യൂസ് ആണ് സൈൻ. ഇവിടെ എക്സ് ആണെങ്കിൽ ഓക്കെ, 4ഉം 5ഉം വന്നാൽ 3 വരുന്നു. ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് നമുക്ക് സൈന് കോസ് ടാൻ എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസർ ഇത് നോക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ മോഡൽ ചോദ്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോവാം. ഓക്കെ, വിത്തൗട്ട് യൂസിങ് ട്രയാങ്കിൾ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്നാണ് ചോദ്യം. ഈ ട്രയാങ്കിൾ ഉപയോഗിക്കാതെ ഇതിൻ്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, ടാൻ എക്സിൻ്റെ വാല്യൂ മാത്രം. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നോക്കൂ. ഇവിടെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ് അല്ലേ, ലെഫ്റ്റ് സൈഡ്. അതാണ് വാല്യുവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മൊത്തത്തിൽ ഇതിനെ എല്ലാ ടേമിനെയും കോസ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് ടേമിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഡിവൈഡേഷൻ ഇവിടെ കാണിക്കുന്നില്ല, ആൻസർ ചെയ്താണ്. എല്ലാവരെയും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ ബൈ കോസ് ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? ടാൻ എക്സ് എന്നായിട്ട് മാറും. സൈൻ ബൈ കോസ് ടാൻ ആണല്ലോ. കോസ് ബൈ കോസ് 1 ആണ്, ഡിവൈഡ് ബൈ സൈൻ ബൈ കോസ് എഗെയിൻ ടാൻ എക്സ്, കോസ് ബൈ കോസ് 1. കണ്ട, എല്ലാവരെയും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാലോ. വാട്ട് ഈസ് ടാൻ എക്സ്? ടാൻ എക്സ് ഇവിടെ 3/4 ആണ് തന്നിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് 3/4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3/4 മൈനസ് 1, isn't it? സാധാരണ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 + 4 ഡിവൈഡ് ബൈ 4 ഹോൾ ഡിവൈഡ് ബൈ 3 - 4 ഹോൾ ഡിവൈഡ് ബൈ 4. ഈ രണ്ട് ഡിനോമിനേറ്റർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 4 ക്യാൻസൽ ചെയ്തു. ബാക്കി റിമൈനിങ് ടേം എന്ന് പറയൂ. 3 + 4 7 അല്ലേ. 7 ഡിവൈഡഡ് ബൈ 3 - 4 എന്ന് പറഞ്ഞാൽ -1. സോ ഫൈനൽ ആൻസർ ഈസ് -7 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോസ് സൈൻ ബൈ കോസ് ടാൻ ആണ്. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 വായിച്ചു നോക്കൂ. പ്രൂവ് ദാറ്റ് സൈൻ 5x + sin 3x ഡിവൈഡ് ബൈ കോസ് 5x + cos 3x = tan 4x എന്നുള്ള റിസൾട്ടാണ്. ഇത് CD ഫോർമുലയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സൈൻ സി പ്ലസ് സൈൻ ഡി എന്നുള്ള ഫോർമുലയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡും തുടങ്ങുകയാണ്. ലെഫ്റ്റ് സൈഡ് LHS എന്നാണ് തുടങ്ങുന്നത്. LHS ഇസ് ഈക്വൽ ടു നിങ്ങൾ പറയൂ ആൻസർ. സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x. എന്താണ് CD ഫോർമുല? സൈൻ സി പ്ലസ് സൈൻ ഡി. വാട്ട് ഈസ് സൈൻ സി പ്ലസ് സൈൻ ഡി? യെസ്, 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇവിടെ എഴുതണം. പിന്നീട് എഴുതേണ്ടത് എന്താണ്? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ആദ്യത്തെ ബ്രാക്കറ്റ് സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത്തെ ബ്രാക്കറ്റ് സി മൈനസ് ഡി ബൈ 2 ഡിവൈഡ് ബൈ കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2.
ഇത് മനസ്സിലാക്കുക. സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈൻ കോസ്, രണ്ടാമത്തെ 2 കോസ് കോസ്. ആദ്യം സി പ്ലസ് ഡി ബൈ 2. ഇതാണ് സി എന്ന് പറഞ്ഞാൽ 5x ആണ്, ഡി എന്ന് പറഞ്ഞാൽ 3x ആണ്. ഇവിടെ എങ്ങനെ ഉണ്ടായിരിക്കും 5x പ്ലസ് 3x. ഇതാണ് സി പ്ലസ് ഡി കേട്ടോ, ഡിവൈഡ് ബൈ 2. ഇവിടെ അതേപോലെ സി മൈനസ് ഡി ബൈ 2, 5x മൈനസ് 3x. ഇതാണ് സി മൈനസ് ഡി ബൈ 2. താഴെയും സിയും ഡിയും സെയിം ആണ്, മേലത്തെ അതേ സിയും ഡിയും തന്നെയാണ്. അപ്പോൾ എങ്ങനെ എഴുതും നമുക്ക് 5x പ്ലസ് 3x ബൈ 2, 5x മൈനസ് 3x ബൈ 2, സി പ്ലസ് ഡി ബൈ 2, സി മൈനസ് ഡി ബൈ 2. ഒരേപോലെയുള്ള ടേംസൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇതാ ഈ 2 ക്യാൻസൽ ചെയ്യാം. പിന്നെ കോസ് 5x മൈനസ് 3x ബൈ 2, ഇതാ ഈ ടേമും ക്യാൻസൽ ചെയ്യാം. ബാക്കി റിമൈനിങ് ടേംസ് എന്തായിരിക്കും? ഈ സൈൻ അല്ലേ, ഫസ്റ്റ് ടേം ഉണ്ടായിരിക്കും സൈൻ. ഇത് 8x ബൈ 2 ആണ്, 8x ബൈ 2 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത് നോക്കൂ. അഗെയിൻ 8x ബൈ 2 തന്നെയാണ്. എന്താ സൈൻ 8x ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ 4x അല്ലേ, സൈൻ 4x ഡിവൈഡഡ് ബൈ കോസ് 4x. സൈൻ ബൈ കോസ് എന്താണ്? ടാൻ അല്ലേ, ടാൻ 4x എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് എത്തിയില്ലേ നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ റൈറ്റ് സൈഡിലെത്തി. സി ഡി ഫോർമുല ഉപയോഗിച്ചുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അഗെയിൻ സി ഡി ഫോർമുലയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. സി ഡി ഫോർമുല എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നു. LHS gives cos 7x plus cos 5x divided by sin 7x minus sin 5x. സെയിം ഫോർമുലയാണ്, സി ഡി ഫോർമുല. കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. അത് ആദ്യം മനസ്സിലാക്കുക. 2 കോസ് എന്നാണ് വരും. സൈൻ സി മൈനസ് സൈൻ ഡി ആണെങ്കിലോ 2 കോസ് സൈൻ എന്നാണ്. ആദ്യത്തെ ബ്രാക്കറ്റ് സി പ്ലസ് ഡി ബൈ 2 നമുക്ക് എഴുതി നോക്കാം. സി പ്ലസ് ഡി ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 7x പ്ലസ് 5x. ഇതല്ലേ സിയും ഡിയും മാറിപ്പോകരുത്. ഇതാണ് സി, ഇത് ഡി ബൈ 2. രണ്ടാമത്തെ ബ്രാക്കറ്റ് സി മൈനസ് ഡി ബൈ 2, 7x മൈനസ് 5x ബൈ 2. ക്ലിയർ? സി പ്ലസ് ഡി ബൈ 2, സി മൈനസ് ഡി ബൈ 2. ഇവിടെ 2 കോസ് സൈൻ ആണ് അല്ലേ. അഗെയിൻ താഴെയും സെയിം സിയും ഡി ആണ്. ഇവിടെ സി ഡി അതേ സിയും ഡിയും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 7x പ്ലസ് 5x ബൈ 2. രണ്ടാമത്തെ ബ്രാക്കറ്റ് 7x മൈനസ്, രണ്ടും ഒരേ ആംഗിൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? 2 ക്യാൻസൽ ചെയ്യാം. ഈ ഫസ്റ്റ് ടേം കണ്ടില്ലേ, കോസ് അതേ ടേം തന്നെ താഴെ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യും. ബാക്കി ക്യാൻസൽ ചെയ്യാത്ത പദങ്ങൾ ടേംസ് കോസ് 7x മൈനസ് 5x എന്ന് പറഞ്ഞാൽ 2x അല്ലേ, 2x ബൈ 2. അപ്പോൾ ന്യൂമറേറ്റർ കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? സൈൻ, അഗെയിൻ സെയിം ആംഗിൾ ആണ്, 2x ബൈ 2. 2x ബൈ 2 ക്യാൻസൽ ചെയ്താൽ കോസ് എക്സ് എന്ന് വരും. കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്ന് വരും. വാട്ട് ഈസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്? യെസ്, കോട്ട് എക്സ്. ഇതിൽ നമ്മുടെ RHS നോക്കൂ. സോ LHS തുടങ്ങി നമുക്ക് RHSലേക്ക് എത്തി. അങ്ങനെയാണ് സി ഡി ഫോർമുല. 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. സി ഡി ഫോർമുലയിൽ 4 ഫോർമുലകളാണ് മൊത്തമുള്ളത്. 4ഉം കാണാതെ പഠിക്കണം. ഓക്കെ, ഇനി വാല്യൂസ് കാണാനുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഓരോ പോയിന്റ് ആംഗിളിലെയും വാല്യൂസ് കാണാനുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. 1 സൈൻ 405 ഡിഗ്രി അല്ലേ, സൈൻ 405 ഡിഗ്രിയാണ് ചെയ്യുന്നത്. സൈൻ 405 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇങ്ങനെ എഴുതാം, 360 പ്ലസ് 45 എന്ന് ഞാൻ എഴുതുന്നു. ശരിയല്ലേ? 360, 45, 405. ഇനി 360 പ്ലസ് 45 വരുമ്പോൾ ഇതൊരു ഫുൾ റൊട്ടേഷനാണ്. ഒരു ഫുൾ റൊട്ടേഷൻ നമുക്ക് മാറ്റി നിർത്താം. ഫുൾ റൊട്ടേഷൻസിനെല്ലാം നമുക്ക് മാറ്റി നിർത്താം. 1 ആണെങ്കിലും 2 ആണെങ്കിലും എല്ലാം മാറ്റി നിർത്താം. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? സൈൻ 45 എന്ന് തന്നെ എഴുതാം. ഒരു റൊട്ടേഷൻ മാറ്റി നിർത്തി. സൈൻ 45 എത്രയായിരിക്കും? 1/√2 ആണ് നമുക്കിതിൻ്റെ ആൻസർ. ഓക്കെ,
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. സൈൻ 225 ഡിഗ്രി അല്ലേ, സൈൻ 225 ഡിഗ്രിയാണ് ചെയ്യുന്നത്. 225 ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതുന്നു, സൈൻ 180 പ്ലസ് 45 എന്ന് എഴുതാം. 180 പ്ലസ് 45 225 ആണ്. സൈൻ 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെ വരും, സൈൻ 45 തന്നെ വരും. 180 പ്ലസ് സൈൻ തീറ്റ. പക്ഷേ ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കണം. തേർഡ് ക്വാഡ്രൻ്റ് ആംഗിൾ ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 45 നമുക്കറിയാം 1/√2. സോ 1 മൈനസ് 1/√2 ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. 3 കോസ് 2025 അല്ലേ, കോസ് 2025 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാണ്, കോസ് 1800 പ്ലസ് 225 എന്ന് എഴുതുന്നു. 1800യും 225 കൂടെ ആഡ് ചെയ്താൽ 2025 റെഡി ആയിരിക്കും. ഈ 1800യുടെ പ്രത്യേകത എന്താ? 1800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 5 × 360 ആണ്. ഓക്കെ, 5 ഫുൾ റൊട്ടേഷനാണ്. അപ്പോൾ നമുക്ക് ഈ 5 ഫുൾ റൊട്ടേഷൻ ഇതിൽ നിന്ന് മാറ്റി നിർത്താം. ഫുൾ റൊട്ടേഷൻസിനെ കംപ്ലീറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോസ് 225 എന്ന് തന്നെ ലഭിക്കും. 225 വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ എഴുതാം. എങ്ങനെ എഴുതാം? 180 ഉപയോഗിച്ച് എഴുതി 180 പ്ലസ് 45 എന്ന് എഴുതാം. ഓക്കെ, 180 പ്ലസ് 45 കോസ് 180 പ്ലസ് 45 കോസ് 45 ആണ്. പക്ഷേ തേർഡ് ക്വാഡ്രൻ്റ് ആണ്, അതുകൊണ്ട് മൈനസ് എന്ന് എഴുതണം. ശരിയല്ലേ? കോസ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ആൻസർ മൈനസ് 1/√2 എന്ന് ഇതിൻ്റെയും ആൻസർ ലഭിക്കും. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. 765. നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സൈൻ 765 കോസ് 765 അല്ലേ. കോസ് 765നെ നമ്മൾ എങ്ങനെ എഴുതും? കോസ് 720 പ്ലസ് 45 എന്ന് എഴുതും. 720 45 765. 720 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൊട്ടേഷൻ ആണ്, 2 റൊട്ടേഷൻസ് കഴിഞ്ഞതാണ്. അപ്പോൾ ആ റൊട്ടേഷൻസിന് നമ്മൾ മാറ്റി നിർത്തിയാൽ കോസ് 45 എന്നതിനായിട്ട് മാറും. കോസ് 45 എത്രയായിരിക്കും? 1/√2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൽ ബാക്കിയുണ്ട് അല്ലേ. ഏതാ? യെസ്, 5th ക്വസ്റ്റ്യൻ. കോസ് മൈനസ് 1710. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. കോസ് മൈനസ് 1710 ഡിഗ്രി ഈക്വൽസ്, ഇത് നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. കോസ് മൈനസ് 1710 പ്ലസ് 1800 എഴുതുന്നു. നേരത്തെ എഴുതിയ അതേ നമ്പർ തന്നെയാണ്. അപ്പോൾ 5 ഫുൾ റൊട്ടേഷൻ ആയതുകൊണ്ട് നമുക്കിത് രണ്ടും പ്ലസ് ചെയ്യാം. ഏത് ഫുൾ റൊട്ടേഷൻസും ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആംഗിളിൻ്റെ വാല്യൂ മാറില്ല. ഇനി 1800 മൈനസ് 1710 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 90 ആണ്. നിങ്ങൾക്ക് മൈനസ് ചെയ്താൽ മനസ്സിലാവും 90 ആണ്. കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ എത്ര ഫുൾ റൊട്ടേഷൻസും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ അങ്ങനെ ചേർക്കുകയാണ് നല്ലത്. മറ്റൊരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. സൈൻ മൈനസ് 330 ഡിഗ്രി ചോദിച്ചെന്ന് വിചാരിച്ചോളൂ. നമുക്കിങ്ങനെ എഴുതാം. സൈൻ മൈനസ് 330യെ സൈൻ മൈനസ് 330യുടെ കൂടെ നമ്മൾ ഒരു റൊട്ടേഷൻ ചേർക്കുന്നു, 360 ഡിഗ്രി എന്ന് ചേർക്കും. ഇനി 360 മൈനസ് 330 എന്ന് പറഞ്ഞാൽ 30 തന്നെയല്ലേ വരിക. അപ്പോൾ സൈൻ 30 എന്ന് എഴുതാം. സൈൻ 30യുടെ ആൻസർ നമുക്ക് ഹാഫ് എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻസ് ഫുൾ റൊട്ടേഷൻസ് 1 or 2 or 3 ഒക്കെ സന്ദർഭം അനുസരിച്ച് ചേർത്തിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75. അപ്പോൾ ഇവിടെ സൈൻ 75ന് നമ്മൾ 2 സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ സമ്മാക്കിയിട്ട് എഴുതണം. ഈ 75നെ എങ്ങനെ എഴുതാം? നമുക്ക് 75നെ 75 ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. സൈൻ 75 ആണ് ചോദ്യം അല്ലേ. 75 ഈസ് ഈക്വൽ ടു പറയൂ സൈൻ 45 പ്ലസ് 30 എന്ന് എഴുതും. 45 പ്ലസ് 30 ശരിയല്ലേ. 45 പ്ലസ് 30 അല്ലേ 75. ഇനി സൈൻ എ പ്ലസ് ബി ഉപയോഗിക്കണം. ഇനി സൈൻ എക്സ് പ്ലസ് വൈ. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ അറിയണം. സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ്. അപ്പോൾ കോസ് എ സൈൻ ബി
എയും ബി ഇവിടെ ഉണ്ട്, എ പ്ലസ് ബി, ഏത് മോഡലും വായിക്കാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ 45 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1/√2. 1/√2 കോസ് 30 √3/2 പ്ലസ് കോസ് 45 1/√2 സൈൻ 30 ഹാഫ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണല്ലേ. ഇപ്പോൾ ഡിനോമിനേറ്റർ 2√2, ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യാണ്. √3 + 1 ഡിവൈഡ് ബൈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2√2. ഇതാണ് സൈൻ 75ൻ്റെ ആൻസർ. ഇതേ മോഡൽ ചോദിക്കാൻ പറ്റിയ സൈൻ 75 ചോദിച്ച പോലെ കോസ് 75 ചോദിക്കുക, ടാൻ 75 ചോദിക്കുക. മറ്റൊരു ആംഗിളാണ് 15 ഡിഗ്രി. ഓക്കെ, നന്നായി ശ്രദ്ധിക്കണം. ഇതുപോലെ സൈൻ 15 ടാൻ 15 ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 15 ഡിഗ്രി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? 15 ഡിഗ്രി എങ്ങനെ എഴുതാം? 15 നമ്മൾ മാറ്റി എഴുതേണ്ടത് ഇങ്ങനെയാണ്, 45 - 30 എന്ന് എഴുതാം. 60 - 45 എന്ന് എഴുതിയാലും മതി കേട്ടോ. ഏറ്റവും സൗകര്യമുള്ളത് 45 - 30 എന്ന് എഴുതുന്നു. അപ്പം സൈൻ 15 ഡിഗ്രിയാണ് ചോദിച്ചതെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? സൈൻ 45 - 30 എന്ന് എഴുതുന്നു. എന്നിട്ട് സൈൻ ഓഫ് എ മൈനസ് ബി. ഇവിടെ സൈൻ ഓഫ് എ പ്ലസ് ബി നമ്മൾ അപ്ലൈ ചെയ്തത്. അതേ മോഡൽ ഇവിടെ സൈൻ ഓഫ് എ മൈനസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ആംഗിളിനെ മാറ്റി എഴുതിയിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 13π/12 അല്ലേ. ഇവിടെ ടാൻ 13/5 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ടാൻ 13π/12 നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. ടാൻ π + π/12 എന്ന് എഴുതുന്നു. π + π/12 ആണല്ലോ 13π/12, കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ π + θ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ തന്നെയാണ്. തേർഡ് ക്വാഡ്രൻ്റ് ആംഗിളാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ടാൻ π + θ ടാൻ തീറ്റ എന്ന് എഴുതി. ഈ π/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/12 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 15 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി വെക്കാം. 15നെ നേരത്തെ എഴുതാൻ നമ്മൾ പഠിച്ചല്ലോ. 45 - 30 എന്നല്ലേ എഴുതാം. 45 എങ്ങനെ എഴുതാം? π/4 - 30 എന്ന് പറഞ്ഞാൽ π/6. അപ്പോൾ ഈ എഴുത്ത് ശ്രദ്ധിക്കട്ടെ. ഈ സ്റ്റെപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെങ്ങനെ മാറ്റി എഴുതും? ടാൻ എ മൈനസ് ബി അല്ലേ. ടാൻ π/4 - θ നേരിട്ട് എഴുതാമല്ലോ. ടാൻ π/4 - x 1 - tan x 1 + tan x എന്ന് പഠിച്ചില്ലേ. അപ്പോൾ ആ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. ടാൻ എ മൈനസ് ബി അപ്ലൈ ചെയ്താലും കിട്ടും. 1 - tan x അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 1 - tan x ഡിവൈഡ് ബൈ 1 + tan x എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു. ടാൻ π/4 - x ദാറ്റ് ഈസ് 1 - tan π/6 ഈസ് വാട്ട്? 1/√3 ഡിവൈഡ് ബൈ 1 + 1/√3 എന്ന് എഴുതി. 1 - 1/√3 1 + √3. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. √3 - 1 ഡിവൈഡ് ബൈ √3 + 1 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏതാ കോഞ്ചുഗേറ്റ്? √3 + 1ൻ്റെ കോഞ്ചുഗേറ്റ് √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് ആൻസർ കിട്ടും. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സ്വന്തമായിട്ട് നിങ്ങൾ കോഞ്ചുഗേറ്റ് കൊണ്ടൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ 2 - √3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ആവുന്ന √3 - കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായിരിക്കും അതിൻ്റെ ആൻസർ. ഇനി നമുക്കിതിലൊരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട് അല്ലേ. 31π/3. സൈൻ 31π/3 എങ്ങനെ എഴുതും? സൈൻ 31π/3 ഒന്ന് പറഞ്ഞു നോക്കൂ. സൈൻ 10π + π/3 എന്ന് എഴുതും. 10π + π/3 നോക്കൂ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 30 31 അല്ലേ. 10π എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 ഫുൾ റൊട്ടേഷനാണ്. 5 ഫുൾ റൊട്ടേഷൻ നമ്മൾ മാറ്റി നിർത്തുന്നു. അപ്പോൾ സൈൻ π/3 ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൈൻ π/3 എത്രയായിരിക്കും ആൻസർ? യെസ്, സൈൻ 60 ഡിഗ്രി അല്ലേ. √3/2 എന്നാണ് ആൻസർ. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. റേഞ്ച് ഓഫ് സൈൻ എക്സ് +1 ഈസ് വാട്ട് എന്നാണ്. സൈൻ എക്സിൻ്റെ റേഞ്ച് നമുക്കറിയാം. എന്താണ് സൈൻ എക്സിൻ്റെ റേഞ്ച്? -1. സൈൻ എക്സ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. നമുക്ക് അറിയുന്നതാണ് അല്ലേ. -1 ≤ സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സൈൻ എക്സ് ഓൾവേസ് ബിറ്റ്വീൻ -1 + 1.
കോസെക്സും ഇങ്ങനെ തന്നെ അല്ലേ, സൈൻ എക്സിൻ്റെയും കോസെക്സിൻ്റെയും ഒക്കെ റേഞ്ചും ഡൊമൈനൊക്കെ എല്ലാ ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ച് നിങ്ങൾക്ക് അറിയണം. മാത്രമല്ല ഗ്രാഫും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ ചോദ്യം സൈൻ എക്സ് പ്ലസ് 1 ആണ്. 1 എന്ന് പറയണമെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരു 1 നമ്മുടെ വക പ്ലസ് ചെയ്യാണ്. ഇവിടെ പ്ലസ് ചെയ്തു, അപ്പോൾ സെൻറ്ററിൽ പ്ലസ് ചെയ്തു. ഈ ഡബിൾ ഇനീക്വാളിറ്റിയെ മൊത്തത്തിൽ അങ്ങ് നമ്മൾ +1 ചെയ്തു. അപ്പോൾ ഇങ്ങനെയല്ലേ കിട്ടുക, എല്ലാ ഭാഗത്തും ചെയ്തു. ഇവിടെ എന്തായിട്ട് മാറി, 0 ≤ യെസ് സൈൻ എക്സ് പ്ലസ് 1 ≤ 2 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കൂ, റേഞ്ച് ഓഫ് സൈൻ എക്സ് പ്ലസ് 1. സൈൻ എക്സ് പ്ലസ് 1ൻ്റെ വാല്യൂ ഏതെല്ലാം വാല്യൂസിൻ്റെ ഇടയിലാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം സൈൻ എക്സ് പ്ലസ് 1 ലൈസ് ബിറ്റ്വീൻ 0 and 2 എന്ന് പറയാം അല്ലേ. 0 and 2 ഒരു ഓപ്ഷൻ ഇല്ലേ, നോക്കൂ, ഇതാ 0 to നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ആണ് ഇതിൻ്റെ ആൻസർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. കണ്ടില്ലേ, ഓപ്ഷൻസ് ഇവിടെ ഉണ്ടല്ലോ. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ചോളൂ. നമ്മൾ tan 3x ആണ് എഴുതുന്നത്. tan 3xന് നമുക്ക് എഴുതേണ്ട രൂപം ഇങ്ങനെയാണ്, tan 2x plus x എന്ന് എഴുതി. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എഴുത്ത്. ഓക്കെ, ഇനി നമ്മൾ tan of a plus b എന്നുള്ള റിസൾട്ട് ഉപയോഗിക്കുന്നു. tan of a plus b കളർ കുറവായതുകൊണ്ട് മാറ്റുകയാണ് കേട്ടോ. tan of a plus b എന്താണ്, tan a. ഏതാ tan a ഇതാണ് അല്ലേ, പ്ലസ് tan b എന്ന് പറഞ്ഞാൽ x ആണ്. tan a plus tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b എന്നാണ്. tan a tan b. tan a plus b പഠിക്കണം, കാണാതെ. tan a plus tan b ഡിവൈഡ് ബൈ 1 മൈനസ് tan a tan b. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്, tan 3x. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിലുള്ള tan 3xൻ്റെ കൂടെ ആര് വരും, ഈ ഡിനോമിനേറ്റർ കടന്നു വരും. 1 മൈനസ് tan 2x tan x. ഡിനോമിനേറ്റർ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. tan 2x പ്ലസ് tan x തന്നെ അതേപോലെ അങ്ങനെ എഴുതി. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. tan 3x into 1 ഈസ് വാട്ട്, tan 3x മൈനസ് ഇവിടെ tan 3xനെ ഈ രണ്ടാമത്തെ ടേമുമായി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആൻസർ tan 3x ഇൻറ്റു tan x ഇൻറ്റു ഇവിടെ tan 2x ആണ് കേട്ടോ. ഓക്കെ, എന്താണ് tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x എന്ന് കിട്ടുക. അതവിടെ നോക്കിയാൽ മതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ്. ഇസ് ഈക്വൽ ടു tan 2x പ്ലസ് tan x. ഇനി നമ്മൾ ഈ നെഗറ്റീവ് ടേമിനെ റൈറ്റിലേക്ക് എടുക്കുന്നു, റൈറ്റ് ടേമിനെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആരുണ്ട്, tan 3x ഉണ്ട്. അതിനൊന്നും ചെയ്യേണ്ട. ഈ tan 2xന് സൈഡ് മാറ്റിയപ്പോൾ മൈനസ് tan 2x. ഈ tan xന് സൈഡ് മാറ്റിയപ്പോൾ മൈനസ് tan x. റൈറ്റിലുള്ള രണ്ട് പേരും ലെഫ്റ്റിലേക്ക് വന്നു. ഈ മൈനസ് ഉള്ള ടേം അപ്പുറത്തേക്ക് പോയി. അപ്പം tan 3x ഇൻറ്റു ഇത് tan 2x ആണ്, tan 2x ഇൻറ്റു tan x എന്ന് കിട്ടും. മൊത്തം ഈ ആൻസർ ലെഫ്റ്റും റൈറ്റും മാറ്റി ചെയ്താൽ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, കറക്റ്റ് അല്ലേ. ക്വസ്റ്റ്യൻ ഈ ലെഫ്റ്റും റൈറ്റും LHSഉം RHSഉം നമ്മൾ ജസ്റ്റ് അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ റെഡിയായി. എന്താണ് ആൻസർ, യെസ് tan 3x ഇൻറ്റു tan 3x ഇൻറ്റു tan 2x into tan x is equal to tan 3x minus tan 2x minus tan x. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താണ്. ഇവിടെ 3xന് പകരം 2x plus x എന്ന് എഴുതി. tan of a plus b എന്നുള്ള റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. tan a plus tan b ഡിവൈഡ് ബൈ 1 മൈനസ് tan a tan b. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതാണ് ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നീട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇൻ്റർചേഞ്ച് ചെയ്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതിയാണ്. ട്രിഗോണോമെട്രി എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി തന്നെ സൊല്യൂഷൻസ് എല്ലാം കഴിയുന്നതും പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഗ്രാഫ്സ് നിങ്ങൾക്ക് അറിയണം, ഡൊമൈനും റേഞ്ചും അറിയണം. ട്രിഗോണോമെട്രി ഫംഗ്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് നല്ലതാണ്. 0 ഡിഗ്രി, π/6 ഇതൊക്കെ റേഡിയനിലാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് 30 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. 45 ഡിഗ്രി
60 ഡിഗ്രി 90 ഡിഗ്രി ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ വാല്യൂസ് അറിയണം. സൈനും കോസും അറിയാമെങ്കിൽ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും അല്ലേ. അങ്ങനത്തെ വാല്യൂസൊക്കെ പഠിക്കുക, ഗ്രാഫ് പഠിക്കുക, എല്ലാം മനസ്സിലാക്കി വെച്ച് നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബാക്കി കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട് ചെയ്യാൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാവുന്നതാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.